വരികൾ. ഞാൻ അകന്നാൽ നീ അകലില്ല, ഞാൻ മറന്നിട്ടു സ്നേഹിച്ചു നീ. എന്റെ എല്ലാം നീയേ, എൻ ജീവൻ പ്രാണനും നീയേ. ഞാൻ ദൈവമക്കളുടെ സ്നേഹത്തോട് പറയാം, ആമേൻ. നമ്മുടെ അപ്പച്ചന്മാർ എഴുതിയാലും ഇന്നത്തെ തലമുറ എഴുതിയാലും ആത്മനിറവിലാണോ എഴുതിയത്? പാട്ട് പാട്ട്. മുട്ടത്തെ അപ്പച്ചന്റെ പട്ടിണി 7-ാം ദിവസം കൊണ്ട് തീർന്നില്ല. ആ പട്ടിണി 14-ാമത്തെ ദിവസത്തിലേക്ക് കുതിച്ചു കയറിയപ്പോ വീടിന്റെ മേളിലെ പാറയില് ഓലിയിൽ നിന്ന് വെള്ളമെടുത്ത അമ്മമ്മയ്ക്കും മക്കൾക്കും ചൂടാക്കി കൊടുത്തത് അവൻ അന്ന് പാറയുടെ ഓലിയുടെ ചോട്ടിൽ ചെന്നേച്ച് അവൻ നിറകണ്ണുകളോട് കത്താപ്പിച്ചുകൊണ്ട് വാക്കുകൾ, ഞാൻ പയേ കഴിഞ്ഞ 13 ദിവസങ്ങൾ ഈ ഓലിയിലെ വെള്ളമായി എന്റെ ഭാര്യയ്ക്ക് ചൂടാക്കി കൊടുത്തത്. അവൻ കണ്ണ് പാതി കൂമ്പിയടഞ്ഞു, കയറുകെട്ടിൽ തളർന്ന് അവശയായി കിടക്കുന്നു. മക്കൾക്ക് കണ്ണു തുറക്കാൻ വയ്യ, ആരോഗ്യം തീരെ നഷ്ടപ്പെട്ടു. കർത്താവിനോട് ചോദിച്ചൊരു വാക്ക് കേൾക്കണോ? ഇന്നത്തേക്ക് ഈ പാറയിലെ വെള്ളം എനിക്കൊന്ന് തേനാക്കി തരാമോ? ഇന്നത്തേക്ക് ഓലിയിലെ വെള്ളം എനിക്കൊന്ന് തേനാക്കി തരാമോ? ആ കണ്ണുനീരോടെ ആ ഓലിയുടെ ചോട്ടിലിരുന്ന് എഴുതിയ പാട്ട, പാറയിൽ നിന്ന് തേൻ പൊഴിയും, ജീവനീരിൽ നിന്ന് നീ കുടിക്കും, മരുവ് പ്രയാണം കഴിയുന്നത് വരെ തന്റെ ചിറകിന്റെ കീഴിൽ അവനെന്നെ നടത്തും. സ്തോത്രഗീതം പാടുക. നീ മനമേ എത്ര പേര് കരം തട്ടി ആമേൻ പറയുന്നുണ്ട്. അനുഗ്രഹങ്ങളുടെ പുറകെ വീട് കാണുമ്പോൾ, വണ്ടി കാണുമ്പോൾ, കാശ് കാണുമ്പോൾ, കീശ കാണുമ്പോൾ നിന്റെ അകത്തുണ്ടാകുന്ന